ഹലോ, നമ്മൾ ഇന്ന് ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നല്ല ബട്ടർഫ്ലൈ ഹെയർ ബാൻഡ് എന്നൊക്കെ പറയാം. ഇതൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടി നമ്മളൊരു ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ബട്ടർഫ്ലൈ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 8 റുപ്പീസ് അല്ലെങ്കിൽ 10 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. പീസ് റേറ്റിനാണ് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുക. അതിൻ്റെ ആ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ ഇരിക്കുന്ന പേൾ ചെയിനാണ്, സ്റ്റോൺ ചെയിൻ അല്ല, പേൾ ചെയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പേൾ ചെയിനും എടുക്കാം, സ്റ്റോൺ ചെയിൻ നമ്മുടെ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പേൾ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് പേൾ ചെയിൻ എടുത്ത് ചെയ്തതേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് ഒട്ടിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുക. ആ ഒരു ഷേപ്പ് കറക്റ്റ് ഒന്ന് സർക്കിൾ ചെയ്ത്, കാരണം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡിൽ പിടിക്കുമ്പോൾ അടുത്ത സൈഡിൽ ഇളകി വരും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടില്ല. നമ്മുടെ കയ്യിൽ ഗ്ലൂ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഗ്ലൂ ആണെങ്കിൽ അതിനൊന്ന് നമ്മൾ തുണിയിൽ തുടച്ച് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് ഒട്ടിക്കാൻ തുടങ്ങുക. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ഇത് ചെയ്തതുപോലെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് ഇങ്ങനെ ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്ത് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. അടുത്തത് അതേ ഷേപ്പിന് കൊണ്ടുവന്നിട്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെയാണ് ശരിക്കും ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുന്നത്. കാരണം ഒത്തിരി ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. ഈ ഗ്ലൂ നമ്മുടെ കയ്യിലായിട്ട് നമ്മളതിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത സൈഡ് ഇളകി വരും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബട്ടർഫ്ലൈ ചെയ്തെടുക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ടർഫ്ലൈ ചെയ്യാനെടുക്കുന്ന സമയമേ ഉള്ളൂ നമുക്ക്. ഇതുപോലെ ദേ ഫുൾ ചെയ്തങ്ങെടുത്തു. ഇതുപോലെ ഇതിപ്പോൾ സ്റ്റോൺ ചെയിനിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. സ്റ്റോൺ ചെയിൻ വെക്കാം, സ്റ്റോൺ മാത്രം ഇങ്ങനെ സൈഡിൽ കൊടുത്ത് ചെയ്യാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഹാൻഡ് കൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ നമ്മുടെ കട്ട് ബീഡ്സ് ഇല്ലേ, ഹാഫ് കട്ട് ബീഡ്സ് കൊടുക്കുകയാണ്. കട്ട് ബീഡ്സ് വേണ്ട ഒരു ലെയർ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഫുള്ള് ഒരു സൈഡ് കംപ്ലീറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം എന്താ പറയുക, ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ജസ്റ്റ് സ്റ്റോണെങ്കിൽ നമുക്ക് സ്റ്റോൺ വെക്കാം, ക്ലിപ്പ് സ്റ്റോൺ ഉണ്ടെങ്കിൽ വെക്കാം. ഞാനിവിടെ വെക്കുന്നത് നമ്മുടെ കട്ട് ബീഡ്സ് ഇങ്ങനെ ആ ഒരു ലെയർ ഇങ്ങനെ 2 സൈഡിലും കൊടുക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ചെറുതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 2 mm അല്ലെങ്കിൽ 3 mm. അതിൻ്റെ തീരെ വലുതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ലെയറായിട്ട് നമുക്ക് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് നമുക്ക് ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുക, വളരെ എളുപ്പമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബട്ടർഫ്ലൈ മാത്രം വെച്ച് നമുക്കൊരു അലിഗേറ്റർ ക്ലിപ്പോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം വളരെ സിമ്പിളാണ്, കാണുമ്പോൾ ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്കാണ്. അത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. നോക്കി ഇതുപോലെ താഴത്തെ സൈഡിലും എടുക്കുക. അതിനുശേഷം ഞാനത് അകത്ത് വന്ന ആ ഗ്യാപ്പിൽ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്ത് കൊടുത്തു. അതിൻ്റെ വീഡിയോ കട്ടായി പോയി കേട്ടോ, അതാണ്. ആ ഒരു സൈഡിൽ സ്റ്റോൺ ചെയിൻ കൊടുത്തു. അതിനുശേഷം സെൻറ്ററിൽ ക്ലിപ്പ് സ്റ്റോൺ എന്ത് ചെയ്യുക, ക്ലിപ്പ് സ്റ്റോൺ ഓരോന്ന് വീതം ഞാനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അതിൻ്റെ സെൻറ്ററിൽ വന്ന ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്ത് ഒട്ടിച്ചു. എന്നിട്ട് സെൻറ്ററിൽ ക്ലിപ്പ് സ്റ്റോൺസ് കൊടുക്കുന്നു ആ ഒരു ഗ്യാപ്പിലൊക്കെ. ആ ഒരു ക്ലിപ്പ് സ്റ്റോൺ വയ്ക്കുമ്പോൾ അത് കുറച്ചുകൂടെ എടുത്ത് നിൽക്കും. ആ ഒരു സ്റ്റോണിൻ്റെ ഒരു ഭംഗിയുണ്ട്, അത് കുറച്ചുകൂടെ എടുത്ത് ഒരു ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. അത് നിങ്ങൾക്ക് ഇനി ആ ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു എടുത്ത് നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഭംഗി. അതിനുശേഷം നന്നായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളെല്ലാം ഇതൊക്കെ ചെയ്ത് കണ്ടോ, ഇതുപോലെയൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത്, കാരണം ഗ്ലൂവിൽ നന്നായിട്ട് പേസ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഇനി നമുക്ക് ബട്ടർഫ്ലൈക്ക് 2 ഇത് കൊടുക്കണം, 2 കൊമ്പ് പോലെയുള്ളത്. അത് വേണ്ട, ഞാൻ 4 mm നമ്മുടെ വയറാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു ബീഡ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. അത് 4 വേണം, ഞാൻ 4 ഇതുപോലെ എടുത്തിട്ട് ഒരേ ഗ്യാപ്പിൽ ഒരേ ലെങ്തിൽ കട്ട് ചെയ്തെടുക്കുക. 1-ൽ 2 ആവശ്യം. എന്നിട്ട് കുറച്ച് ഗ്ലൂ നന്നായിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് എന്താ ചെയ്യുക, നമ്മുടെ ഹാൻഡ് കൊണ്ടൊന്ന് ജസ്റ്റ് പുറകിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് നമ്മളവിടെ പിടിച്ച് ബാക്കിലൊന്ന് നമ്മുടെ കയ്യുടെ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, അതവിടെ ഇരുന്നോളും. ഒരു 2 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ, അതങ്ങ് ഇരുന്നോളും. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങ് ഡ്രൈ ആയിക്കോളും, വേറെ ബുദ്ധിമുട്ട് അങ്ങനെ ഇളകിയൊന്നും വരത്തില്ല. ഇപ്പം നോക്കിയേ, ഇപ്പം ശരിക്കും പറഞ്ഞത് ഒരു പ്രത്യേക ഒരു ഭംഗിയായില്ലേ. അതാ ബീഡ് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് നമ്മളൊന്ന് ഫിക്സ് ചെയ്യുക. ഇപ്പം നോക്കിയേ, 2 ചെയ്തപ്പോൾ നിങ്ങൾക്കിപ്പോൾ തന്നെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ലൊരു ഭംഗിയായിട്ടുള്ള ബട്ടർഫ്ലൈ. ഇത് ജസ്റ്റ് ഇതിൻ്റെ പുറകിലൊരു അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്താൽ മാത്രം മതി. ഇനി ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് 4 mm വയർ എടുത്തു. അതിലേക്ക് 2 ക്ലിപ്പ് സ്റ്റോൺ, അതിനുശേഷം 4 ബീഡ്സ് ആണെങ്കിൽ ബീഡ്സ്, പേളാണെങ്കിൽ പേള്. അപ്പോൾ വൈറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം
നമ്മുടെ ക്ലിപ്പ് സ്റ്റോൺ കൊടുത്തു. അതിനുശേഷം 4 പേളിട്ടു. ഇനി വീണ്ടും സെയിം പ്രോസസ്സ് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. വീണ്ടും 2 ക്ലിപ്പ് സ്റ്റോൺ. ഈ ക്ലിപ്പ് സ്റ്റോണിന് പകരം നിങ്ങൾക്ക് എന്താ പറയുക സിൽവർ കളറിൻ്റെ ബീഡ് വേണമെങ്കിൽ അതിടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ ഏത് കളർ യൂസ് ചെയ്യുന്ന ആ കളർ കോമ്പിനേഷൻ അനുസരിച്ചുള്ള എല്ലാം മാറ്റി ചെയ്ത് പേളിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം ഇങ്ങനെ കോർത്തെടുക്കുക. അത് ഇതുപോലെ. ഇനി ഇതിൻ്റെ ഒരു എഡ്ജിൽ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഹെയർ ബാൻഡ് അതിൻ്റെ ഒരു എഡ്ജ് കൊണ്ട് നന്നായിട്ട് ടൈ ചെയ്തു. ഇതുപോലെ നന്നായിട്ട് ടൈ ചെയ്യുക. ടൈ ചെയ്തതിന് ശേഷം ആദ്യം എന്താണ് 2 ബീഡ്സ്. അങ്ങനെ ആ ഒരു ചെയ്യുന്നത് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത് അതനുസരിച്ച് ഇനി അങ്ങോട്ട് ചെയ്താൽ മാത്രം മതി. അത് ഇപ്പോൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. 2 പേളിട്ടു. അടുത്ത് വീണ്ടും ഒന്ന് അതിനെ ചുറ്റിയെടുക്കുക. വീണ്ടും 2 പേള്. ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ചുറ്റിയെടുക്കാൻ നോക്കുക. ഇതുപോലെ ഗ്യാപ്പ് അതെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ചേർത്ത് അത് ഒന്ന് ആ ത്രെഡ് ആ വയറിനെ ഒന്ന് നേരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ വീണ്ടും 2 ക്ലിപ്പ് സ്റ്റോൺ. കണ്ടോ? അപ്പോൾ രണ്ട് ലെയർ ബീഡ്സും അടുത്തൊരു ക്ലിപ്പ് സ്റ്റോണും. സെയിം പ്രോസസ്സ്. വീണ്ടും 2 ലെയറിൽ എന്ത് വരും, ഓരോരോ പ്രാവശ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഗ്യാപ്പ് വരാത്ത രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഗ്യാപ്പില്ലാത്ത രീതിയിൽ. സെയിം. ഇനി വീണ്ടും 2 ലെയറായിട്ട് ഞാൻ ബീഡ്സ് കൊടുത്തു. അതിനുശേഷം വീണ്ടും 2 ക്ലിപ്പ് സ്റ്റോൺ. ഇത് ഫുൾ കോർത്ത് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പിന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ കോർത്ത് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സമയം എടുക്കും കേട്ടോ. അതുകൊണ്ട് ഫുള്ളായിട്ട് നമുക്ക് എത്രത്തോളം ഈ ഒരു 4 ബീഡ്സ് 2 ക്ലിപ്പ് സ്റ്റോൺ, 4 ബീഡ്സ് ക്ലിപ്പ് സ്റ്റോൺ അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് അതിൻ്റെ ഒരു എഡ്ജ് ഒരു ബീഡ്സ് കൊണ്ട് ലോക്ക് ഇടുക. അടുത്ത എഡ്ജ് കൊണ്ട് നമ്മുടെ ഹെയർ ബാൻഡ് ടൈ ചെയ്തിട്ട് ഇതുപോലെ ചെയ്തു പോവുക. വളരെ എളുപ്പമാണ്. നമുക്ക് എത്ര ആവശ്യമാണ് അത്രയും കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് സൈഡ് വരെയാണോ ഈ ഹെയർ അടുത്ത് ഫിക്സ് ചെയ്യേണ്ടത്, ഈ ബട്ടർഫ്ലൈ, അതുവരെ നമ്മളത് ടൈ ചെയ്തിട്ട് ഒരു ട്വിസ്റ്റ് ഇട്ട് അവിടെ നിർത്തുക. അതിനുശേഷം അവിടെ ഞാനത് ഗ്ലൂ ഗൺ വെച്ച് ഫിക്സ് ചെയ്തു. പിന്നെ 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഗ്ലൂ ഗൺ ചിലത് നന്നായിട്ട് മെൽറ്റ് ആവില്ല, അത് ഫിക്സ് ചെയ്താൽ ഇളകി വരുന്നു. അത് ഈ 40 വാൾട്ട് 40 വാൾട്ടിൻ്റെയൊക്കെ വാങ്ങിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത് നന്നായിട്ട് മെൽറ്റ് ആവില്ല. ഒരു 60-80 ഒക്കെ ആണെങ്കിൽ മാത്രമേ നന്നായിട്ട് അത് മെൽറ്റായി വരുള്ളൂ. നന്നായി മെൽറ്റായി അതിൽ പേസ്റ്റ് ആവാത്തത് കൊണ്ടാണ് അത് ഇളകി വരുന്നത് കേട്ടോ. അലിഗേറ്റർ ക്ലിപ്പ് അത് ഇളകി വരും. ഞാൻ ആദ്യം വാങ്ങിച്ചത് അങ്ങനെയായിരുന്നു. ഇത് കണ്ടോ, ഇപ്പോൾ ഞാനത് പേസ്റ്റ് ചെയ്തു. ഇനി അതിൻ്റെ ബാലൻസ് വന്ന ആ വയറില്ലേ ബാക്കി കണ്ടിന്യൂ ചെയ്യേണ്ടത്, അതിന് ഒരു ബട്ടർഫ്ലൈയുടെ ഇടയിൽ കൂടെ എടുത്ത് ചടിയിൽ കൂടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി ഇപ്പുറത്ത് അതിൻ്റെ അടുത്ത സൈഡിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്ന് ലോക്ക് ഇടുക. അതിനുശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ സെയിം പ്രോസസ്സ് നമ്മൾ ചെയ്തത്. 2 ക്ലിപ്പ് സ്റ്റോണ്, എന്താണ് അടുത്ത് 2 ലെയർ ബീഡ്സ്. ഇതുപോലെ എന്താ പറയുക 2 ബീഡ്സ് വെച്ച് 2 ലെയർ കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്തത്. എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എന്ത് ചെയ്യുക, പിന്നെ പിടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്, എന്നാലും ശ്രദ്ധിച്ചോളണം കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയല്ലേ, ഇപ്പം തന്നെ കാണാൻ നല്ല രസമല്ലേ. ഇത് വളരെ സിമ്പിളാണ്. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താ പറയുക കുറച്ച് ബീഡ്സും ക്ലിപ്പ് സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഇതിന് നമുക്കിപ്പോൾ നമുക്കൊക്കെയാണ് ചെയ്യാൻ ഈ പുതിയ ബട്ടർഫ്ലൈ തന്നെ വേണമെന്നില്ല. പഴയ ബട്ടർഫ്ലൈ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ അതുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതിനുശേഷം അവസാനം നമ്മൾ 2 സൈഡ് നോക്കി എത്രത്തോളം ആവശ്യമാണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, കുറവുണ്ടെങ്കിൽ ബീഡ്സ് കോർത്തിട്ട് എന്ത് ചെയ്യുക. അവസാനം 2 സൈഡും ഈക്വൽ ആക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുക, ഒന്ന് ടൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം ആ വയറിനെ ചുറ്റി അങ്ങ് നിർത്തുക. ഓക്കെ, അപ്പോൾ നല്ല ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഹെയർ ബാൻഡ് റെഡിയായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബട്ടർഫ്ലൈ വെച്ചല്ലോ, ബട്ടർഫ്ലൈ നമ്മളവിടെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗൺ കൊടുത്ത് ഫിക്സ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അത് ഇളകി പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ ഫെൽറ്റ് ഷീറ്റ് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ലെങ്ത് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇതിപ്പം നമുക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ B7000 ഗ്ലൂ കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ പുറകിലേക്ക് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അത് അവിടെ നിന്ന് ഇളകി വരില്ല, നന്നായിട്ട് ഫിക്സ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും, അത് ഇളകത്തേയില്ല. അപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ ഈ 40 വോൾട്ടൊക്കെ മെൽറ്റായി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നന്നായിട്ട് മെൽറ്റ് ആവില്ല. അതുകൊണ്ടാണ് അത് ഇളകി വരുന്നത്. ഒരു 60-80 ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ.
പിന്നെ ചിലപ്പോൾ വാങ്ങിക്കുന്ന നമ്മുടെ ആ ഗ്ലൂ സ്റ്റിക്കില്ലേ അതിൻ്റെ തിക്നെസ്സും ഒരു ഇതാണ് കേട്ടോ. എനിക്ക് 2-3 പ്രാവശ്യമൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ ശേഷം ഇപ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കാറുണ്ട്. അത് രണ്ടും നന്നായിട്ട് ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തപ്പോഴേക്കും നല്ല നീറ്റായി. ഇനി അടുത്ത് ചെയ്യുന്നതാണ് എൻഡ് ടേപ്പ്. നമ്മളെപ്പോഴും ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ചെയ്യേണ്ട കാര്യം എന്നാൽ നന്നായിട്ട് ഫിനിഷിങ്ങോടെ ചെയ്ത് കൊടുക്കുക. എൻഡ് ടേപ്പൊക്കെ കൊടുത്ത് നല്ല എഡ്ജൊക്കെ നല്ല ഫിനിഷാക്കുക. അല്ലെങ്കിൽ സാറ്റിൻ റിബൺ കൊടുത്ത് ചെയ്താലും മതിയാവും. അപ്പോൾ ഞാൻ ഒരു സൈഡും അടുത്ത സൈഡും ഉണ്ട് ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തങ്ങ് ചെയ്താൽ മതി കേട്ടോ. നോക്കി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കയ്യിലൊക്കെ ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.